ഒരു സാമ്പത്തിക വർഷം കൂടി പടിയിറങ്ങുന്നു. നാളെ ഏപ്രിൽ 1 മുതൽ പുതിയൊരു സാമ്പത്തിക വർഷവും ആരംഭിക്കും. ഇക്കുറിയും സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ട്. 1961 ആദായനികുതി നിയമത്തിന് പകരമായി പുതിയ ആദായനികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നതാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലുത്. സ്വർണ്ണപ്പണയത്തിലും പാൻ കാർഡ് നിയമങ്ങളിലും ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷനിലും ഡിജിറ്റൽ പേയ്മെന്റിലും വസ്തു ഇടപാടുകളിലും വാഹനങ്ങൾ വാങ്ങുന്നതിലും ഉൾപ്പെടെ വമ്പൻ മാറ്റങ്ങളാണ് ഏപ്രിൽ 1 മുതൽ സാമ്പത്തിക ബാങ്കിംഗ് മേഖലകളിൽ നിലവിൽ വരുന്നത്. അവയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ. 1961 ആദായനികുതി നിയമത്തിന് പകരം പുതിയ ആദായനികുതി നിയമം പ്രാബല്യത്തിലാകും. നികുതിദായകർക്ക് എന്നും ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്ന സാമ്പത്തിക വർഷം, അസസ്മെന്റ് വർഷം, പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ടാകില്ല. ഇവയ്ക്കെല്ലാം പകരം ടാക്സ് ഇയർ എന്ന ഒറ്റ പ്രയോഗമേ ഉണ്ടാകൂ. നികുതി ബാധകമായ നിലവിലെ സാമ്പത്തിക വർഷം തന്നെയായിരിക്കും ടാക്സ് ഇയർ. പരിഷ്കരിച്ച സ്വർണ്ണപ്പണയ ചട്ടം. സ്വർണ്ണപ്പണയം സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ പരിഷ്കരിച്ച ചട്ടം പൂർണ്ണ തോതിൽ പ്രാബല്യത്തിലാകും. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 80%, 5 ലക്ഷത്തിന് മുകളിൽ 75% എന്ന പരിധിയും ബാധകമാകും. മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനൊപ്പം കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കും. ഇങ്ങനെ കണക്കാക്കുമ്പോൾ വായ്പയായി ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടാകും. പാൻ നൽകുന്നതിൽ ഇളവ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രമേ ഇനി മുതൽ പാൻ നൽകേണ്ടതുള്ളൂ. നിലവിൽ 10 ലക്ഷം രൂപയ്ക്ക് മേലുള്ള ഇടപാടുകൾക്ക് പാൻ നിർബന്ധമായിരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങിയാൽ മാത്രം പാൻ നമ്പർ നൽകിയാൽ മതിയാകും. നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഏത് വിലയുള്ള വാഹനം വാങ്ങിയാലും പാൻ നൽകണമായിരുന്നു. പുതിയ വ്യവസ്ഥയിൽ ഇരുചക്ര വാഹനവും ഉൾപ്പെടുത്തി. 5 ലക്ഷം രൂപ എന്ന പരിധി ഇരുചക്ര വാഹനങ്ങൾക്കും ബാധകമാണ്. ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസിലെയും നിക്ഷേപങ്ങളാണെങ്കിൽ നിലവിൽ പ്രതിദിനം 50,000 രൂപ നിക്ഷേപിച്ചാൽ പാൻ വേണം. ഇനി മുതൽ ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം നിക്ഷേപം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായാൽ മാത്രം പാൻ നൽകിയാൽ മതിയാകും. ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തന്നെ പാൻ നമ്പർ രേഖപ്പെടുത്താനുള്ള നീക്കം ആദായ നികുതി വകുപ്പ് ഉപേക്ഷിച്ചു. ഒരു സാമ്പത്തിക വർഷം ആകെ 50,000 രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം പാൻ നൽകിയാൽ മതി. പ്രതിവർഷം 1 ലക്ഷം രൂപയ്ക്ക് മേൽ വാടക നൽകുന്നവർ നിർബന്ധമായും ഹൗസ് ഓണറുടെ പാൻ നമ്പർ നൽകിയിരിക്കണം. ഹൗസ് ഓണറുമായി വാടകക്കാരന് ബന്ധമുണ്ടെങ്കിൽ അതും വ്യക്തമാക്കണം. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ. അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടുകൾക്ക് അഥവാ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. വാർഷിക ഫീസ് ഇല്ലാതെയുള്ള ATM കാർഡ്, പ്രതിവർഷം 25 ലീഫുള്ള ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഇമെയിൽ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് ബ്രാഞ്ചിലും ATMകളിലും പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം, പരിധിയില്ലാത്ത നിക്ഷേപ അവസരം തുടങ്ങിയവയും ഇത്തരം അക്കൗണ്ടുകൾക്ക് നാളെ മുതൽ ലഭ്യമാകും. 4 തവണ സൗജന്യമായി ATMൽ നിന്ന് പണം പിൻവലിക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിലേറെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ കഴിയില്ല. MSME വായ്പ. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ഈട് രഹിത വായ്പാ പരിധി 10 ലക്ഷം രൂപയായിരുന്നത് 20 ലക്ഷം രൂപയായി ഉയരും. ഇത് വായ്പാ തിരിച്ചടവ്, സാമ്പത്തിക നില എന്നിവ കണക്കിലെടുത്ത് ബാങ്കുകൾക്ക് 25 ലക്ഷം വരെയായി ഉയർത്താനുമാകും. ബാങ്കുകൾക്ക് ആവശ്യമെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ സഹായം പ്രയോജനപ്പെടുത്താം. 2 ഫാക്ടർ ഒതന്റിക്കേഷൻ. എല്ലാ ഡിജിറ്റൽ പണമിടപാടുകൾക്കും 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമാകും. OTPക്ക് പുറമെ പിൻ, സോഫ്റ്റ്വെയർ ടോക്കൺ, ഫിംഗർ പ്രിന്റ് അടക്കമുള്ള ബയോമെട്രിക്സ് തുടങ്ങിയവയും 2 ഫാക്ടർ ഒതന്റിക്കേഷൻ സംവിധാനത്തിന് ഉപയോഗിക്കാം. തപാൽ ഇൻഷുറൻസ്. തപാൽ വഴി ഇന്ത്യക്കുള്ളിൽ അയക്കുന്ന ഉരുപ്പടികൾക്ക് ബാധകമായ ഇൻഷുറൻസ് പരിധി 1 ലക്ഷം രൂപയായിരുന്നത് 5 ലക്ഷമാക്കും. 200 രൂപ വരെയുള്ള വസ്തുക്കൾക്ക് 4 രൂപയാണ് സ്പീഡ് പോസ്റ്റിൽ ഇൻഷുറൻസ് ചാർജ്. അതിന് മുകളിൽ വരുന്ന ഓരോ 200 രൂപയ്ക്കും 1.5% വീതം അടയ്ക്കണം. സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ നിരക്കിൽ മാറ്റമുണ്ട്. 200 രൂപ വരെ 10 രൂപയാണ് നിരക്ക്. പിന്നീടുള്ള ഓരോ 100 രൂപ മൂല്യത്തിനും 6 രൂപ വീതം ഈടാക്കും. മരിച്ചവരുടെ അക്കൗണ്ടുകൾ. ഇത് സംബന്ധിച്ച ചട്ടങ്ങളിൽ മാറ്റം വരും. സഹകരണ ബാങ്കുകളിൽ 5 ലക്ഷം രൂപയിൽ താഴെയും മറ്റു ബാങ്കുകളിൽ 15 ലക്ഷം രൂപയിൽ താഴെയുമാണ് മരിച്ച വ്യക്തിയുടെ ബാലൻസ് എങ്കിൽ നോമിനിയോ
ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറോ ഇല്ലെങ്കിൽ പോലും പലവിധ രേഖകൾ നൽകാതെ നിയമപരമായ അവകാശികൾക്ക് തുക ക്ലെയിം ചെയ്യാം. ഈ പരിധിക്ക് മുകളിലാണെങ്കിലാണ് അധിക രേഖകൾ നൽകേണ്ടത്. കൃത്യമായ രേഖകൾ നൽകിയാൽ 15 ദിവസത്തിനകം ക്ലെയിം തീർപ്പാക്കണം. നിയമപരമായി മറ്റു തടസ്സങ്ങളില്ലെങ്കിലേ അവകാശികൾക്ക് തുക ലഭിക്കൂ. ടോൾ പ്ലാസകളിൽ ഇനി ഡിജിറ്റൽ ഇടപാടുകൾ മാത്രം. ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഡിജിറ്റൽ ഇടപാടുകൾ മാത്രമേ ഇനി മുതൽ അനുവദിക്കൂ. പണം വാങ്ങുന്നത് അവസാനിപ്പിക്കും. ഫാസ്ടാഗ്, UPI എന്നിവ വഴി മാത്രമാകും ടോൾ പിരിവ്. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്കെ ടിക്കറ്റ് റദ്ദാക്കിയാൽ തുക മുഴുവൻ നഷ്ടമാകും. നിലവിൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക തിരികെ ലഭിച്ചിരുന്നു. കയറുന്ന സ്റ്റേഷൻ മാറ്റാനുള്ള സൗകര്യം ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ ലഭിക്കും. ഇതുവരെ ചാർട്ട് തയ്യാറാകുന്നതിന് മുൻപ് വരെ മാത്രമേ കയറുന്ന സ്റ്റേഷൻ മാറ്റാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പരമാവധി തുക തിരികെ ലഭിക്കാൻ 72 മണിക്കൂർ മുൻപ് റദ്ദാക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. 72നും 24 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ 25%, 24നും 8 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ 50% തുക ഇനി കുറയും. വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ നൽകുന്ന നഷ്ടപരിഹാരത്തിന്മേലുള്ള പലിശയ്ക്ക് ഇനി മുതൽ നികുതി ഈടാക്കില്ല. ഇതിന്മേലുള്ള TDSഉം ഒഴിവാക്കി. നഷ്ടപരിഹാര തുകയ്ക്ക് നിലവിൽ നികുതിയില്ല. പുതുക്കിയ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടും. നിലവിൽ ഡിസംബർ 31 വരെയാണ് സമയം. ഇനി മാർച്ച് 31 വരെ ചെറിയ ലേറ്റ് ഫീ നൽകി ഫയൽ ചെയ്യാം.